പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതമായി നടത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അതിശയത്തോട് നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു, നമ്മുടെ കർത്താവ് വിശ്വസ്തനാകുന്നു. നമ്മളോടുള്ള സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. ഹല്ലേലൂയ. അമ്മ മറന്നാലും നമ്മളെ മറക്കത്തില്ലെന്നാണ് പറഞ്ഞ്, അതുപോലെ നമ്മളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. അതേ കർത്താവേ, ആമേൻ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അമ്മ മറന്നാലും ഞങ്ങളെ മറക്കാതെ അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങ് വലിയവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് വാക്കുമാറാത്തവനാകുന്നു, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേപ്പോലെ മറ്റാരുമില്ല കർത്താവ്. ആ മുഖത്തേക്ക് നോക്കുന്നവരെ അങ്ങ് പ്രകാശിപ്പിക്കുമല്ലോ, അവരെ അങ്ങ് ലജ്ജിപ്പിക്കത്തില്ലെന്നുള്ള അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു, ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നു ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ മാസം ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായി ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അപ്പോൾ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി. രോഗത്തെ സൗഖ്യമാക്കുന്ന, രോഗ അവസ്ഥകൾക്ക് വിടുതൽ തരുന്ന, ആമേൻ, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അവരിലുള്ള രോഗശക്തികൾ വിട്ടുപോകട്ടെ. ആരോഗ്യവും സ്വസ്ഥതയും സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശാരീരികമായി ഭയങ്കര ബലഹീനതയിലായിരിക്കുന്നവർ, ചില ചികിത്സകൾ മുഖാന്തരം ശരീരം ബലഹീനമായി പോയിരിക്കുന്നവർ, ഞങ്ങൾ അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തന്നു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, അവർ ആരോഗ്യം പ്രാപിക്കട്ടെ, അവർ വീണ്ടും എഴുന്നേൽക്കട്ടെ, അവർ വീണ്ടും എഴുന്നേൽക്കട്ടെ. ഓ, താങ്ക് യു ലോർഡ്. അവർ വീണ്ടും എഴുന്നേൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ട്യൂബർക്കുലോസിസ് മുഖാന്തരം ഭാരപ്പെടുന്നവർ, ആമേൻ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ അസ്വസ്ഥത അവരിൽ നിന്ന് മാറി അവർ സ്വസ്ഥമാകട്ടെ. അത് മുഖാന്തരം അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയാതിരിക്കുന്നു, അത് മുഖാന്തരം മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ കഴിയാതിരിക്കുന്നു. അതുമാത്രമല്ല, മറ്റെന്തെങ്കിലും കാരണത്താൽ മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ വിദേശത്ത് പോകാൻ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മെഡിക്കൽ ടെസ്റ്റ് കർത്താവെ നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാകട്ടെ. വേഗത്തിൽ അത് നോർമലാകുവാൻ അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവ് വിസ സ്റ്റാമ്പിങ്ങിന് കൊടുത്തു, ആമേൻ, അത് താമസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കട്ടെ. സാമ്പത്തികമായ എല്ലാ ഡെലിവറൻസുകളും ഉണ്ടാകട്ടെ. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് സൂക്ഷിക്കുകയും അങ്ങ് പരിപാലിക്കുകയും ചെയ്യണം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ അങ്ങ് മറയ്ക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം.
ഈ മനോഹരമായ പ്രഭാതത്തിൽ ഞങ്ങൾ ഇന്നത്തെ സഭായോഗത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ 119 സങ്കീർത്തനത്തിൻ്റെ 62 വാക്യത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. 119 62 അവിടെ പറയുന്നു, നിൻ്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന ഈ അർദ്ധരാത്രി എന്ന പദമാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. ആമേൻ. ഈ വേദപുസ്തകത്തിൽ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതിനും രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനും വളരെ പ്രാധാന്യമാണ് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുടെ മാസം, ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രി പ്രാർത്ഥനകളെ നിങ്ങൾക്കൊന്ന് ശക്തീകരിക്കാമെന്നുണ്ടെങ്കിൽ, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നൊന്ന് പ്രാർത്ഥിക്കാമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങളെ ചെയ്യും. കാരണം 91 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിലാണ് പറയുന്നത് രാത്രിയിലെ ഭയം. ആമേൻ. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ രാത്രിയിലെ ഭയമെന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് പൈശാചിക പ്രവൃത്തികൾ പലതും ഉണ്ടാക്കുന്നതും പല നമ്മൾ അറിയാത്ത പല ആത്മീകമായ പോരാട്ടങ്ങൾ നടക്കുന്നതുമൊക്കെ രാത്രിയുടെ യാമത്തിലാണ്. അപ്പോൾ ഈ രാത്രിയുടെ യാമത്തിൽ ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനമാണ്. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ ഉറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ ശത്രു അവൻ്റെ വയൽ പ്രദേശത്ത് തെറ്റായ അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കാനിട വന്നു. അപ്പോൾ എപ്പോഴായിരുന്നു? ഉറങ്ങിയ സമയത്ത്. ആമേൻ. അതായത് പ്രാർത്ഥിക്കാതിരുന്ന സമയത്ത്. നമുക്ക് ആ ഉറക്കത്തെ അങ്ങനെ വേണേൽ കാണാം. അപ്പം യേശു ആണെങ്കിൽ രാത്രിയുടെ യാമത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതികാലത്ത് അല്ലെങ്കിൽ നന്ന ഇരുട്ടുള്ളപ്പോൾ യേശു പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് പല ഭേദഭാഗങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? രാത്രിയിലുള്ള പ്രാർത്ഥന വളരെ പ്രാധാന്യമാണ്. രാത്രിയിലുള്ള പ്രാർത്ഥന ആത്മീകമായ ഒരു ചലനമുണ്ടാക്കാൻ കാരണമാകും. അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായം അർദ്ധരാത്രിയിലാണ് പൗലോസും ശീലാസും പ്രാർത്ഥിക്കുന്നതും ചെങ്ങലകൾ പൊട്ടുന്നതും കാരാഗ്രഹങ്ങൾ തുറക്കപ്പെടുന്നതും ഒക്കെ. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശമൂവേൽ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശു ഗെത്സമനയിൽ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകത തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡിസ്ട്രാക്ഷൻസിനെ മാറ്റിക്കളയും. ഇപ്പോൾ ഈ മോർണിംഗ് മെസ്സേജ് ഞാൻ പറയുമ്പോൾ ഏർലി മോർണിംഗിലാണ് പറയുന്നത്. ആരും ശല്യപ്പെടുത്തുവാനില്ല, ആരും വന്ന് വേറെ മറ്റ് ശബ്ദങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആ സമയത്ത് പ്രാർത്ഥിക്കുവാൻ, ഏർലി മോർണിംഗ് പ്രാർത്ഥിക്കുവാൻ, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ നമ്മളെ ആരും ഡിസ്ട്രാക്ട് ചെയ്യത്തില്ല, ആരും നമുക്ക് ശല്യം ചെയ്യാൻ ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ദൈവവുമായിട്ട് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. അത് വളരെ വളരെ അനുഗ്രഹമാണ്. അതുപോലെ രാത്രിയുടെ യാമങ്ങൾ 2 മണി, 1 മണി, 1:30 ഈ സമയങ്ങളിലൊക്കെ അലാറം വെച്ച് അല്പസമയം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് എൻകൗണ്ടറുകൾക്ക് കാരണമാകും, അത് വിടുതലുകൾക്ക് കാരണമാകും, ചില പ്രത്യേക ആത്മീക വിജയങ്ങൾ നേടുവാൻ നമുക്ക് കാരണമാകും. അതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവ് അനുവദിക്കുന്ന പക്ഷം വേറൊരു ദിവസം വിശദമായിട്ട് നമുക്ക് രാത്രിയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാം. എങ്കിലും എല്ലാ രാത്രികളിലും സാധിക്കുമെങ്കിലും ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ 30 മിനിറ്റ് വരെ ഒക്കെ എഴുന്നേറ്റിരുന്ന് ആമേൻ പ്രാർത്ഥിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. ആ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾക്ക് ആരാധനയും മിക്സ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ദേശത്തിന്, വ്യക്തിപരമായി നിങ്ങൾക്ക്, നിങ്ങളായിരിക്കുന്ന സഭയ്ക്കൊക്കെ അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് രാത്രി പ്രാർത്ഥന വളരെ പ്രധാനമാണ്. പ്രാർത്ഥിക്കുക, അത്ഭുതങ്ങളെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അർദ്ധരാത്രിയിൽ ഞാൻ ഇങ്ങനെ പറയും, ഒരു അലാറം വെക്കുക. ഒരു ദിവസവും ഒരേ സമയത്ത് ഒരു അലാറം വെച്ച് കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് ആ ബെഡിലിരുന്ന് ഒരിക്കലും പ്രാർത്ഥിക്കില്ല. ബെഡിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് താഴെ മുട്ട നിന്നോ അല്ലെങ്കിൽ നടന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ഒക്കെ വേണം പ്രാർത്ഥിക്കാൻ. ബെഡായിരുന്നു പ്രാർത്ഥിച്ചാൽ ഉറങ്ങിപ്പോകാനിട വരും. ഒരു 5-10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമാകും. അത് നിങ്ങൾ അറിയാത്ത, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിടുതലുകളെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം പറയുമ്പോൾ പോയ രാത്രി ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈ പ്രഭാതത്തിൽ എന്ത് പറയണം? ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ തന്ന രാത്രി പ്രാർത്ഥനയെക്കുറിച്ച് പറയണം. അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ അടുത്ത കാലങ്ങളിൽ എങ്ങും ഉണ്ടായിട്ടില്ലാത്തത്. എന്നാൽ രാത്രി പ്രാർത്ഥന
പ്രാർത്ഥന ദൈവസഭയ്ക്ക് ആവശ്യമാണ്. അത് വലിയ അനുഗ്രഹത്തെ കൊണ്ടുവരും, വിടുതലുകളെ കൊണ്ടുവരും. സാധിക്കുമെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനോട് ഒന്നിച്ചിരുന്ന് രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. രാത്രിയിൽ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ ആ പദ്ധതിക്ക് വിരുദ്ധമായി ആമേൻ ദൈവ പദ്ധതി ഒരുക്കുവാൻ ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.